വില കൂടിയ ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നമ്മുടെ മുന്നിൽ നമ്മുടെ ചുറ്റിനും പ്രകൃതിദത്തമായിട്ടുള്ള ചേരുവകൾ ഒരുപാടുണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ള. അതിലൊന്നാണ് നമ്മുടെ മുൾട്ടാണി മിട്ടി. ഫുള്ളേഴ്സ് എർത്ത് എന്നറിയപ്പെടുന്ന മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിലുള്ള ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇത് മുഖത്തെ കറുത്ത പാടുകൾ കുറയ്ക്കാനും സ്കിന്നിൻ്റെ നിറം പോലും വർദ്ധിപ്പിക്കാനും അതുപോലെ മുഖത്തുള്ള അധികമായിട്ടുള്ള എണ്ണ നീക്കം ചെയ്യാനും മുഖക്കുരുവിനെതിരെ പോരാടാനും പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൾട്ടാണി മിട്ടി എങ്ങനെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടി എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിനോടൊപ്പം ഇത് എങ്ങനെയുള്ളവർക്ക് ഏത് ടൈപ്പ് സ്കിന്നിനും കൂടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്നും കൂടെ പറയാം. കൂടുതൽ എണ്ണമയമുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് ഇത് ഏറ്റവും നന്നായിട്ട് വർക്കാവുക. ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ, കുറച്ചും കൂടെ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന സ്കിൻ ആണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആവുകയുള്ളൂ. ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്കാണ് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫേസ് പാക്കിലുള്ള ചില കണ്ടൻസ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കും മുൾട്ടാണി മിട്ടി ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, സിലിക്ക തുടങ്ങിയ ധാതുക്കൾ ഒരുപാടുള്ള പാകിസ്ഥാനിലെ മുൾട്ടാൻ എന്ന പ്രദേശത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കളിമണ്ണാണ് മുൾട്ടാണി മിട്ടി. സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസിനെയൊക്കെ കളയാനും പറ്റിയ നല്ലൊരു ക്ലെൻസർ കൂടിയാണിത്. ഫുള്ളേഴ്സ് എർത്ത്, മുൾട്ടാണി മിട്ടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓയിലി സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കും എങ്ങനെ ഇത് യൂസ് ചെയ്യാന്നുള്ളത് പറയാം. ആദ്യം നമ്മൾ ഓയിലി സ്കിന്നുള്ളവർക്ക്, അതായത് കുറച്ച് എണ്ണമയമുള്ള സ്കിന്നുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള രീതിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 3 സ്പൂൺ മുൾട്ടാണി മിട്ടി എടുത്തു. അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ ആവശ്യമില്ലാത്ത പാടുകളൊക്കെ പെട്ടെന്ന് മാറുന്ന രീതിയിലുള്ള വലിയ കലകളൊക്കെ ഉള്ളതല്ല, കരിമംഗല്യം പോലത്തെ അല്ല, ചെറിയ ചെറിയ പാടുകളൊക്കെ പോകാനായിട്ട് അത് യൂസ്ഫുള്ളാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ കാപ്പിപ്പൊടിയും കൂടെ യൂസ് ചെയ്യുക. അരിപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് ചേർക്കാം. കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. കാപ്പിപ്പൊടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. നോർമലായിട്ടുള്ള കാപ്പിപ്പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഇനി ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് നല്ല കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. അത് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളായിട്ട് ആയിട്ട് കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അത് ചതച്ചിട്ടോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇനി കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ മുഖത്തുള്ള ടാനിങ്, ഇപ്പോൾ വെയിലൊക്കെ ഏറ്റിട്ട് കറുത്ത ആ ഒരു കരിവാളിപ്പൊക്കെ മാറാനായിട്ട് കസ്തൂരി മഞ്ഞൾ നല്ലതാണ്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോയിൽ, ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മുഖം കുറച്ചും കൂടെ ഡ്രൈ ആയി പോവും, അലർജിയൊക്കെ വരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ചൊറിച്ചിലൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് തൈര്. കാരണം മുഖത്തിന് ജലാംശം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് ഈസി ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാം. അപ്പോൾ എണ്ണമയമുള്ള സ്കിന്നുള്ളവർക്കും ഈ ഒരു തൈര് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇപ്പോൾ തൈരല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, ഡ്രൈ സ്കിന്നുള്ളവർക്ക് വേറെ എന്തെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ പറയാം. ഒന്നില്ലെങ്കിൽ 1 സ്പൂൺ തേൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. തേനിലുള്ള ഈർപ്പവും അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങളും സ്കിൻ ഡ്രൈ ആവുന്നതിനെ തടയുന്നുണ്ട്. അതിനൊപ്പം തന്നെ മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി എടുത്തിട്ട് ചതച്ചിട്ട് ഈ തേനിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മുൾട്ടാണി മിട്ടിയിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും ഡ്രൈനെസ് ഉള്ള ഫേസിൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്തിരിയും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് മുൾട്ടാണി മിട്ടിയിലേക്ക് ഡയറക്റ്റ് ചേർത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഓയിലി സ്കിന്നിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു, പിന്നെ ഡ്രൈ സ്കിന്നിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞു മുൾട്ടാണി മിട്ടിയുടെ കൂടെ. ഇത് രണ്ട് രീതിയിൽ, ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തിട്ട് ഇത് ശരിക്കും ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വരെ വെച്ചിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യാം. ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എണ്ണമയമുള്ള സ്കിന്നുള്ളവരുടെ ഫേസ് പാക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒലിവ് ഓയിൽ ചേർക്കണം എന്നില്ല. ഡ്രൈ സ്കിന്നുമായിട്ടുള്ളവർക്ക്
നമ്മുടെ ഈ സെയിം ഫേസ് പാക്കിൽ ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്.